ഇന്നത്തെ ഡിക്റ്റേഴ്സ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഇന്ന് ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് എടുത്ത ടോപ്പിക്ക് എറർ ഇൻ എ മെഷർമെൻറ്റ്, എറേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കായി. അളക്കലുകൾ സംഭവിക്കുമ്പോൾ, അളവുകൾ നടക്കുമ്പോൾ സംഭവിക്കുന്ന വിവിധ തരത്തിലുള്ള തെറ്റുകൾ, അളവിലുള്ള എററുകളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. എററുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് ഒരളവിൽ വരാവുന്ന ചില പ്രത്യേക ടേംസിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കും. ചില പ്രത്യേക പദങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. ലീസ്റ്റ് ചെറുത്, കൗണ്ട് അളവ്, ഒരു ചെറിയ അളവ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു വസ്തു അളക്കണമെങ്കിൽ എന്തൊക്കെ വേണ്ടി വരും? വസ്തു അളക്കണമെങ്കിൽ നമുക്ക് അളക്കാനൊരു ഉപകരണം വേണം, അളക്കാൻ ഒരു യൂണിറ്റ് വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു ഇൻസ്ട്രുമെന്റ് വേണം, പിന്നെ അളക്കാൻ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും വേണം. ഇതാണ് അളവിന് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് സംഭവം. ഇൻസ്ട്രുമെന്റുകൾ പലതരത്തിലുണ്ടാവും. ഒരു ഇൻസ്ട്രുമെന്റിൽ അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെ, ആ ഉപകരണം കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. The smallest measurement taken by an measuring instrument is known as least count. ഏത് ഉപകരണമായിക്കോട്ടെ, ആ ഉപകരണത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും ചെറിയ അളവിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും പരിചയമായ ഇൻസ്ട്രുമെന്റ് നോക്കാം. നീളം അളക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കാറുള്ളത്? സ്കെയിലാണ് ഉപയോഗിക്കാറുള്ളത്. മീറ്റർ സ്കെയിലാണ് നമ്മൾ ലാബിൽ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾ 15-30 സെന്റിമീറ്റർ നീളമുള്ള സ്കെയിലാണ് ഉപയോഗിക്കാറ്. ആ സ്കെയിലിലെ ഡിവിഷൻസ് നിങ്ങളൊന്ന് നോക്കും. അതിൽ ആദ്യത്തെ ഡിവിഷൻ 0 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 5 വര, ചെറിയ ഡിവിഷൻസ് കഴിയുമ്പോൾ ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. 5ാമത്തെ വര സ്വല്പം നീളം കൂടുതലാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 ഡിവിഷൻ കഴിയുമ്പോൾ ആ ഡിവിഷനിൽ 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം അത് 1 സെന്റിമീറ്റർ ആണ്. ശരിയല്ലേ? പിന്നെ അതേപോലെ 10 ഡിവിഷൻ എത്തുമ്പോൾ 2 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്കെയിലില് നോക്കിയാൽ, സ്കെയിൽ കൊണ്ട് നിങ്ങൾക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം 1 സെന്റിമീറ്ററിന്റെ ഉള്ളിൽ 10 ചെറിയ വരകളുണ്ട്. ആ 10 ചെറിയ വരകൾ മില്ലിമീറ്ററിനെ സൂചിപ്പിക്കണം. അതിൽ ആദ്യത്തെ വരയെ നിങ്ങൾ പറയാം 1 മില്ലിമീറ്റർ. ആ 1 മില്ലിമീറ്റർ താഴെ ഒരു അളവ് വന്നാൽ നിങ്ങൾക്ക് പിന്നെ അതുകൊണ്ട് അളക്കാൻ പറ്റും. ഈ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 1 സെന്റിമീറ്ററിനെ 10 ഭാഗങ്ങളായി മുറിച്ചതിൽ ഒരു ഭാഗം മാത്രമാണ്. 1നെ 10 മുറിച്ചാൽ അത് എഴുതേണ്ടത് 1 സെന്റിമീറ്റർ ബൈ 10, that is equal to 0.1 സെന്റിമീറ്റർ. ഈ 0.1 സെന്റിമീറ്ററിനെയാണ് നിങ്ങൾ എന്ത് വിളിച്ചിട്ടുള്ളത്? 1 മില്ലിമീറ്റർ. അപ്പൊ ഒരു സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ അളവ് എത്രയാണ്? 0.1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ. രണ്ടും സെയിമാണ്. ഇതിൽ താഴെ ഒരു അളവ് വന്നാലോ ആ ഉപകരണം കൊണ്ട് അളക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഉപകരണങ്ങളും ഇതുപോലെ തന്നെയാണ്. ആ ഇൻസ്ട്രുമെന്റ് കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു അളവുണ്ടായിരിക്കും. ആ ഏറ്റവും ചെറിയ അളവിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് പരിചയമുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് മീറ്റർ സ്കെയിൽ. ആ സ്കെയിലിൽ അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് 1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.1 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആയല്ലോ? രണ്ടാമത്തെ ആള് നോക്കുക, ട്രൂ വാല്യൂ. എന്താണ് ഈ ട്രൂ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ബോർഡ്, ഇത് ഒരു 90 സെന്റിമീറ്റർ നീളമുണ്ട് എന്ന് വിചാരിക്കാം.
എന്നിട്ട് പല കുട്ടികളോട് ഈ ബോർഡിന്റെ നീളം ഞാൻ അളക്കാൻ പറയുകയാണ്. പല ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് അളക്കാം. നമുക്കറിയാവുന്ന ആ ഉപകരണം ഏതേ ഉള്ളൂ? സ്കെയിലേ ഉള്ളൂ. പക്ഷേ നീളം അളക്കാവുന്ന ഉപകരണങ്ങൾ വേറെയുമുണ്ട്. ചെറിയ ചെറിയ ലെങ്ത്തുകളൊക്കെ അളക്കുന്ന വെർനിയർ കാലിപ്പറുകളുണ്ട്. വളരെ ചെറിയ ഡയാമീറ്റർ ലെങ്ത്തുകൾ അളക്കുന്ന സ്ക്രൂ ഗേജുകളുണ്ട്. അപ്പൊ ലെങ്ത് അളക്കാൻ ഉപകരണങ്ങൾ പലതാണ്. ആ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് കുട്ടികൾ ഇതിന്റെ നീളം അളന്നാൽ ശരിക്ക് കിട്ടേണ്ട വില എത്രയാണെന്ന് ഞാൻ തന്നിരിക്കുന്നത്? 90 സെന്റിമീറ്റർ. അപ്പൊ ഒരു മെഷർമെന്റിന് യഥാർത്ഥത്തിൽ കിട്ടേണ്ട വിലയെ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. അപ്പൊ അത് ആദ്യമേ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ട്രൂ വാല്യൂ. ആദ്യമേ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ട്രൂ വാല്യൂ കണ്ടെത്തുവാനുള്ള വഴി നമ്മൾ വഴിയെ പറയും. അടുത്തത് നോക്കുക, എറർ. എന്താണ് എറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തെറ്റുകൾ, അളവുകളിൽ സംഭവിക്കുന്ന തെറ്റുകൾ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഒരു ബോർഡിന്റെ, ഇപ്പൊ ഈ തന്നിരിക്കുന്ന ബോർഡിന്റെ നീളം 90 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ പല ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഇതിന്റെ നീളം അളന്നു എന്ന് കരുതുക. പല ഉപകരണം, നമുക്ക് ഏറ്റവും പരിചയമുള്ള ആളാരാണ്? സ്കെയിലാണ്. സ്കെയിൽ വെച്ച് അളന്നപ്പോൾ ചിലപ്പോ 90 സെന്റിമീറ്റർ കിട്ടാം. ചിലപ്പോ അളക്കുന്ന ആളുടെ പ്രത്യേകത കൊണ്ടോ അളവിന്റെ പ്രത്യേകത കൊണ്ടോ ഒക്കെ ചിലപ്പോ 91 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 88 സെന്റിമീറ്ററോ, ഞാൻ പറഞ്ഞത് കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ചിലപ്പോ ശരിയായ വിലകളൊക്കെ കിട്ടാം. നമുക്ക് കിട്ടുന്ന വിലകളെ വിളിക്കുന്ന പേരാണ് മെഷേർഡ് വാല്യൂസ്. അളന്നപ്പോൾ കിട്ടിയ വിലകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ആദ്യം പറഞ്ഞ 90 സെന്റിമീറ്റർ എന്നുള്ളത് അതിന് ശരിക്കും കിട്ടേണ്ട വിലയാണ്. അത് ഏതൊരു ഉപകരണം വെച്ച് കണ്ടെത്തിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിലയാണ്. അതുകൊണ്ട് ആ വിലയെ വിളിക്കുന്ന പേരാണ് അതിന്റെ ട്രൂ വാല്യൂ എന്നുള്ളത്. നമുക്ക് അളന്നപ്പോൾ കിട്ടിയ വിലകളെ വിളിക്കുന്ന പേരാണ് മെഷേർഡ് വാല്യൂസ്. ഈ ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എറർ. ശരിക്കുള്ള വിലയും യഥാർത്ഥത്തിലുള്ള വിലയും നമുക്ക് അളക്കുമ്പോൾ കിട്ടുന്ന വിലകളും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പേരാണ് എറർ. എറർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂസ്. അപ്പൊ നമുക്ക് അളക്കുമ്പോൾ ചിലപ്പോൾ ശരിക്ക് കിട്ടേണ്ട വിലയേക്കാൾ സ്വല്പം കൂടിയിട്ട് കിട്ടാം, ചിലപ്പോൾ അളക്കേണ്ട വിലയേക്കാൾ സ്വല്പം കുറഞ്ഞിട്ട് കിട്ടാം, ഒരു പക്ഷേ കിട്ടേണ്ട ശരിയായ വിലയും കിട്ടാം. കിട്ടേണ്ട ശരിയായ വില കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെഷർമെന്റിൽ ഒന്നിൽ നിന്ന്, ട്രൂ വാല്യൂയിൽ നിന്ന് മെഷേർഡ് വാല്യൂ കുറച്ചാൽ കിട്ടാൻ പോണ എന്തായിരിക്കും? 0 ആണ്. അപ്പൊ നമുക്ക് എറർ ഇല്ല എന്ന് പറയാം. കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ, ശരിക്ക് കിട്ടേണ്ട വിലയിൽ നിന്ന് മെഷേർഡ് വാല്യൂ കൂടുതലാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരാം. ട്രൂ വാല്യൂയിൽ നിന്ന് മെഷേർഡ് വാല്യൂ കുറഞ്ഞ രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്കവിടെ പോസിറ്റീവ് വാല്യൂവും വരാം. അപ്പോ എററുകൾ പ്ലസോ മൈനസോ അല്ലെങ്കിൽ 0 ഒക്കെ ആയിട്ട് വരാം. ഞാൻ പറഞ്ഞു വെച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ശരിക്ക് കിട്ടേണ്ട വിലയിൽ നിന്ന് അളന്നപ്പോൾ കിട്ടിയ വിലയ്ക്കുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് എറർ. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ഈസ് കോൾഡ് എറർ. എറർ പലതരത്തിലുണ്ട്. ഈ പലതരത്തിലുള്ള എററുകളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആക്യുറസി, പ്രിസിഷൻ എന്ന് പറയുന്ന 2 ടേമുകൾ അളവിന്റെ എററുമായി ബന്ധപ്പെട്ട് വരുന്നു. അവയെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് ആക്യുറസി എന്ന്? അപ്പൊ നിങ്ങൾ കണ്ടു എറർ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരിക്ക് കിട്ടേണ്ട ഒരു വില നമുക്ക് അളന്നപ്പോൾ കിട്ടിയിരുന്ന വില, ഇവ തമ്മിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടാവാം. ആ വ്യത്യാസത്തെ നമ്മൾ എന്ത് വിളിച്ചത്? ഈ അളന്ന വില ശരിയായ വിലയോട് എത്രമാത്രം അടുത്ത് കിടക്കുന്നു, എത്രമാത്രം കൃത്യതയോടെയാണ് മെഷർമെന്റ് നടന്നിരിക്കുന്നത് എന്നതിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് ആക്യുറസി.
അക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യതയാണ് കേട്ടോ. പ്രിസിഷൻ എന്ന് പറഞ്ഞാലും കൃത്യതയാണ്. പക്ഷെ രണ്ട് തരത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളെ കൃത്യത എന്നും ഒരാളെ സൂക്ഷ്മത എന്നും വേണമെങ്കിൽ പറയാം. രണ്ടും ഒരേ അർത്ഥമാണെങ്കിൽ പോലും രണ്ടും രണ്ട് രീതിയിലാണ് ഇവിടെ വരുന്നത് എന്നുള്ളതിനാൽ അക്യുറസിയെ നമുക്ക് കൃത്യത എന്ന് വിളിക്കാം. എന്താ ഇവിടുത്തെ കൃത്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അളന്നപ്പോൾ കിട്ടിയ വില ശരിക്കും കിട്ടേണ്ട വിലയുടെ എത്രമാത്രം അടുത്തേക്ക് പോയിട്ടുണ്ട്. ഹൗ മച്ച് ക്ലോസ് the measured value to the true value is called accuracy. നമ്മൾ അളന്ന വില ശരിക്കും കിട്ടേണ്ട വിലയുടെ അടുത്തേക്ക് പോകും തോറും ആക്യുറസി കൂടി 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 വരും. ശരിയല്ലേ? ഒരു അളവിൽ ഉണ്ടാകുന്ന കൃത്യതയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആക്യുറസി. എന്നാൽ പ്രിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മത എന്നാണ് അത് പറയുന്നത്. ഒരു ഉപകരണത്തുമായി ബന്ധപ്പെട്ട കൃത്യതയാണ്. ഒരു ഉപകരണം എത്രമാത്രം വ്യക്തതയോടുകൂടിയാണ് ആ അളവിനെ നമ്മളിലേക്ക് കാണിച്ചു തരുന്നത്, റിസോൾവ് ചെയ്തു തരുന്നത് എന്നുള്ളതിനെ കാണിക്കാനുള്ള ആളാണ് പ്രിസിഷൻ. ഒന്ന് അളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അടുത്ത് പറയുന്നത് ഞാൻ എന്താണ്? ഉപകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആകും കുറച്ച്. ഒരു ഉപകരണം എത്രമാത്രം കൃത്യതയോടുകൂടി നമ്മളുടെ മുന്നിലേക്ക് അളവിനെ തരുന്നു എന്നതിനെ കാണിക്കുന്ന ടേമാണ് പ്രിസിഷൻ. നമുക്ക് കിട്ടിയ വില ശരിയായ വിലയോടെ എത്രമാത്രം അടുത്തേക്ക് പോകുന്നുണ്ട് എന്നതിനെ കാണിക്കുന്ന ടേമാണ് ആക്യുറസി എന്നുള്ള ടേം. രണ്ടും ഒറ്റ നോട്ടത്തിൽ കൃത്യത തന്നെയാണ്. ഒന്ന് അളവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ശരിയായ വിലയോടെ എത്ര അടുത്തേക്ക് പോയിട്ടുണ്ട് അളന്ന വിലകൾ. രണ്ട്, ഉപകരണം എത്ര റെസല്യൂഷനോട് കൂടിയിട്ട് എത്ര വ്യക്തതയോട് കൂടിയിട്ട് അളവ് തന്നിട്ടുണ്ട് എന്നും. ഒരു ഉപകരണത്തിന്റെ ലീസ്റ്റ് കൗണ്ടുമായി ബന്ധപ്പെട്ട ആളാണ് എപ്പോഴും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഈ ബോർഡിന്റെ നീളം 90 സെന്റിമീറ്റർ ആയിട്ടാണ് സെലക്ട്. ഞാൻ മീറ്റർ സ്കെയിൽ വെച്ചുകൊണ്ട് ഇത് അളന്നപ്പോൾ എനിക്ക് കിട്ടിയ നീളം 89.8 സെന്റിമീറ്റർ. ഇതാണ് ശരിക്കുള്ള വില, ഇതാണ് അളന്ന വില. എറർ ഉണ്ടോ അവിടെ? എറർ ഉണ്ട്. എത്രയാണ് എറർ? ശരിക്കുമുള്ള വില കുറയ്ക്കണം നമുക്ക് കിട്ടിയിരിക്കുന്ന വില. 90 കുറയ്ക്കണം 89.8. ഒരു 0.2 എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ വരുന്നുണ്ട്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഞാൻ വീണ്ടും ഒരു ഉപകരണം വെച്ച് അളന്നു. ആ ഉപകരണം ഇങ്ങനെയാണ് എനിക്ക് നീളം തന്നത്. കുറച്ചും കൂടി ഡിവിഷൻസ് കൂടിയ അളവായിരുന്നു. 88.88. അപ്പൊ അത് മീറ്റർ സ്കെയിൽ അല്ല കേട്ടോ. മീറ്റർ സ്കെയിലിന് പകരമായിട്ട് വേറൊരു ഉപകരണം വെച്ചുകൊണ്ട് അളന്നിരിക്കും. പോയിന്റ് ഇട്ടതിന് ശേഷം 2 ഡിവിഷൻ കൂടി കൃത്യമായിട്ട് അത് അളന്നു. നോക്കൂ, ഈ 2 റീഡിംഗിൽ 90 സെന്റിമീറ്റർ എന്നതിലോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വില ഏതാണ്? അത് 89.8. 88.88നേക്കാൾ. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ആക്യുറസി കൂടിയ റീഡിംഗ് ഏതാണ്? അത് 89.8 ആണ്. കാരണം 90നോട് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ളത് അതാണ്. എന്നാൽ ഇതിൽ കുറേയും കൂടി കൃത്യതയോടുകൂടി അളന്നിട്ടുള്ളത് ഏതായിരിക്കും? കുറച്ചും കൂടി കൃത്യത വന്നിട്ടുള്ളത് ഇവിടെ 1 സെന്റിമീറ്ററിനെ 10 ഭാഗമാക്കിയതിൽ ഒരു അളവാണ് ഈ തന്നിട്ടുള്ളത് 0.8. ഇവിടെ 1 സെന്റിമീറ്ററിനെ 100 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമായിട്ടാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ റീഡിങ്ങിനേക്കാൾ കുറേയും കൂടി കൃത്യതയുള്ള റീഡിങ്. ഞാൻ പറഞ്ഞ വാക്ക് ആക്യുറസിക്ക് കൃത്യത, പ്രിസിഷന് സൂക്ഷ്മത എന്നാണ്. അതുകൊണ്ട് കുറേയും കൂടി സൂക്ഷ്മതയുള്ള റീഡിങ് 88.88 സെന്റിമീറ്റർ.
അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് എത്ര റെസൊല്യൂഷനോടുകൂടി, എത്ര വ്യക്തതയോടുകൂടി നമുക്ക് ചെറിയ റീഡിങ്ങുകളെ കാണിച്ചു തരുന്നു എന്നുള്ളതിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ. അളവ് ശരിക്ക് കിട്ടേണ്ട വിലയോട് എത്രമാത്രം അടുത്തേക്ക് പോകുന്നു എന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്യുറസി. ശരിയായല്ലോ. ഇത്രയും ടേമുകൾ എറർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ചില റീഡിങ്ങുകൾ ആക്യുറസി ഉള്ളതായിരിക്കും, പക്ഷെ പ്രിസിഷൻ ഉണ്ടാവണമെന്നില്ല. ചിലതിന് പ്രിസിഷൻ ഉണ്ടായിരിക്കും, ആക്യുറസിയും ഉണ്ടായിരിക്കും. ചിലതിന് പ്രിസിഷനും ഉണ്ടാവില്ല, ആക്യുറസിയും ഉണ്ടാവില്ല. അപ്പൊ പല രീതിയിൽ നമ്മുടെ അളവുകൾ വരാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവ എങ്ങനെയൊക്കെ വരാം എന്നുള്ളതിന്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, ആക്യുറസിയും പ്രിസിഷനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അമ്പെയ്ത്ത് മത്സരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഈ അമ്പെയ്ത്ത് മത്സരത്തിൽ എങ്ങനെയാണ് മാക്സിമം പോയിന്റ് ലഭിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാം. അമ്പുകൾ ചെന്ന് തറയ്ക്കേണ്ടത് ബുൾസൈ എന്ന് പറയുന്ന ആ യെല്ലോ സ്പോട്ടിലാണ്. അപ്പൊ മാക്സിമം പോയിന്റ് കിട്ടിയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടേണ്ട യഥാർത്ഥ വില ആ യെല്ലോ സ്പോട്ടിൽ തറയ്ക്കുക എന്നുള്ളതാണ്. 5 അമ്പുകളാണ് ഈ അമ്പെയ്ത്തുകാരൻ എയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് എയ്തു വിടുന്ന 5 അമ്പുകളും ആദ്യത്തെ കേസിൽ കൃത്യമായി യെല്ലോ പോയിന്റിൽ തന്നെ വന്ന് തറയ്ക്കുന്നു. നോക്കുക, 5ഉം യെല്ലോ പോയിന്റിൽ വന്ന് തറയ്ക്കുന്നു. 5ഉം വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അമ്പെയ്ത്ത് മത്സരത്തിൽ അയാൾ കിട്ടേണ്ട യഥാർത്ഥ പോയിന്റിലേക്ക് എത്തിയത് കൊണ്ട് ഇത് വളരെ ആക്യുറസി ഉള്ള ഒരു പോയിന്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം 5 അമ്പുകളും വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഒന്ന് അടുത്തതിൽ നിന്ന് കാര്യമായ വ്യത്യാസമില്ലാത്തതിനാൽ ഇത് പ്രിസൈസുമാണ്, അത് സൂക്ഷ്മതയും ഉണ്ട് എന്ന് പറയും. അപ്പോൾ ആദ്യത്തേത് ആക്യുറസിയും ഉണ്ട്, പ്രിസിഷനും ഉണ്ട്. ഇത് നമ്മൾ റീഡിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു റീഡിങ് അടുത്ത റീഡിങ്ങിൽ നിന്ന് കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ നമ്മൾ പറയാ റീഡിങ്ങുകൾ പ്രിസൈസ് ആണ് എന്ന് പറയും. ശരിക്ക് കിട്ടേണ്ട വിലയുടെ അടുത്തേക്ക് പോയാൽ നമ്മൾ എന്തും പറയും? ആക്യുറേറ്റ് ആണ് എന്നും പറയും. ഇത് ആദ്യത്തെ ഒരു മത്സരമാണ്. രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം എയ്തു വിടുന്ന അമ്പ് ചെന്ന് പതിക്കുന്നത് യെല്ലോ സ്പോട്ടിന് കുറച്ച് മാറിയിട്ടാണ്. ആ റിങ്ങിന്റെ ഏറ്റവും ഔട്ടർ വലയത്തിന്റെ ഏറ്റവും പുറത്തായിട്ടാണ് വന്ന് പതിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ. എന്നാൽ 5ഉം ഒരേ പോയിന്റിൽ തന്നെ വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് അടുത്തതിൽ നിന്ന് വ്യത്യാസമില്ല. അതുകൊണ്ട് ഈ അമ്പെയ്ത്ത് മത്സരത്തിന്റെ ഉത്തരത്തിൽ നമുക്ക് പറയാം ഇത് ആക്യുറേറ്റ് അല്ല, പക്ഷെ പ്രിസൈസ് ആണ്. ആക്യുറസി വരണമെങ്കിൽ ഈ അമ്പുകളെല്ലാം യെല്ലോ സ്പോട്ടിലേക്ക് വരണം, അതാണ് കിട്ടേണ്ട വില. അപ്പൊ ഇതിന് ആക്യുറസി ഇല്ല, പക്ഷെ ഇത് എന്താണ്? പ്രിസൈസ് ആണ്. അപ്പൊ ആ മത്സരത്തിൽ രണ്ടാമത്തെ സാധ്യത വന്നു. നമ്മൾ മത്സരത്തിന്റെ റിസൾട്ട് ഇന്നാക്യുറേറ്റ് ആണ്, ആക്യുറസി കുറവാണ്, പക്ഷെ എന്തായി മാറി? പ്രിസൈസ് ആണ്. ആദ്യത്തെ എന്തായിരുന്നു? യെല്ലോ സ്പോട്ടിൽ തന്നെ പോയി തറച്ചു. 5ഉം വളരെ അടുത്തടുത്ത പോയിന്റുകൾ ആയതുകൊണ്ട് അത് ആക്യുറേറ്റുമായി, പ്രിസൈസും ആയി. മൂന്നാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ അമ്പുകൾ ചെന്ന് തറയ്ക്കുന്നത് യെല്ലോ പോയിന്റിൽ തന്നെയാണ്, പക്ഷെ യെല്ലോ പോയിന്റ് സറൗണ്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ശരിക്ക് കിട്ടേണ്ട വിലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ 5 പോയിന്റിലാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ മത്സരത്തിൽ അയാൾ ആക്യുറേറ്റ് ആണ്, പക്ഷെ എന്തല്ല? പ്രിസൈസ് അല്ല. ഒരു അമ്പ് അടുത്ത അമ്പ് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് വ്യത്യാസത്തിലാണ്. അപ്പൊ അതിന് സൂക്ഷ്മത കുറവുണ്ട്, പ്രിസൈസ് അല്ല. പക്ഷെ കിട്ടേണ്ട യഥാർത്ഥ പോയിന്റ് അടുത്ത് എത്തിയത് കൊണ്ട് അതെന്തായി മാറി? ആക്യുറേറ്റ് ആയി മാറി. അപ്പൊ മൂന്നാമത്തെ സാധ്യത വന്നു. ഇങ്ങനെ തന്നെയാണ് ഒരു അളവിന്റെ യൂട്ട. അതുകൊണ്ട് മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ആക്യുറസി ഉണ്ട്, എന്തല്ല? പ്രിസൈസ് അല്ല. അപ്പൊ ഇംപ്രിസൈസ് ആണ്. നാലാമത്തെ സാധ്യത എന്ന് പറയണ നോക്കുക. നാലാമത്തെ മത്സരത്തിൽ ഇദ്ദേഹം എയ്തു വിടുന്ന അമ്പുകൾ 5 അമ്പുകളും 5 സ്ഥലത്താണ് ചെന്ന് പതിക്കുന്നത്. അതിൽ ഒരു അമ്പ് മാത്രമേ യെല്ലോ സ്പോട്ടിലുള്ളൂ, ബാക്കി 4ഉം 4 സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെല്ലാ അമ്പുകൾക്കും കൂടി ആക്യുറസി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കിട്ടേണ്ട വിലയിൽ നിന്ന് കുറെ മാറിയിട്ടാണ് വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് ആക്യുറസി ഇല്ല. പ്രിസിഷനോ? പ്രിസിഷൻ കിട്ടണമെങ്കിൽ ഒന്ന് അതിന്റെ അടുത്ത് തന്നെ വന്ന് പതിക്കണം. ഇത് 5 വഴിക്കാ വന്ന് പതിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് പ്രിസിഷനും ഇല്ല, അതിന് ആക്യുറസിയും ഇല്ല. ഇതേപോലെ തന്നെയാണ്
ഒരു അളവ് നമ്മൾ അളക്കുന്ന സമയത്തും സംഭവിക്കാം. 4 സാധ്യതകൾ അവിടെയുണ്ട്. ഒന്നുകിൽ ആക്യുറസിയും പ്രിസിഷനും ഉണ്ടാവും, ചിലപ്പോൾ ആക്യുറസി ഉണ്ടാവില്ല പ്രിസിഷൻ ഉണ്ടാവും, ചിലപ്പോൾ പ്രിസിഷൻ ഉണ്ടാവില്ല പക്ഷെ ആക്യുറേറ്റ് ആവും, ചിലപ്പോൾ രണ്ടും ഉണ്ടാവില്ല, ആക്യുറസിയും ഉണ്ടാവില്ല പ്രിസിഷനും ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു റീഡിംഗ് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം അത് ആക്യുറേറ്റും പ്രിസൈസും ആയിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും നല്ല റീഡിംഗ് ആയിരിക്കും. ആക്യുറസിയും ഉണ്ടായിരിക്കണം, അതിന് പ്രിസിഷനും ഉണ്ടായിരിക്കണം. പ്രിസിഷൻ എന്ന് പറയുന്നത് ഒരു ഉപകരണത്തിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ചുരുങ്ങിയ അളവുമായി ബന്ധപ്പെട്ടതാണ്. എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് അത് വിലകളെ റിസോൾവ് ചെയ്ത് തരുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ലീസ്റ്റ് കൗണ്ട് ചെറുതാവും തോറും റെസൊല്യൂഷൻ കൂടും. റെസൊല്യൂഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രിസിഷൻ വർദ്ധിക്കും. മനസ്സിലായല്ലോ? അത് ആക്യുറസി ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തതായി വിവിധ തരത്തിലുള്ള എററുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എററുകളെ പ്രധാനമായിട്ടും 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രധാനപ്പെട്ടതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക് എറർ. രണ്ടാമത്തെ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് റാൻഡം എറർ. എന്താണ് സിസ്റ്റമാറ്റിക് എറർ എന്ന്? ഒരു മെഷർമെന്റിൽ സംഭവിക്കുന്ന എറർ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിള്, ഒരു അളവ് കിട്ടേണ്ട വിലയേക്കാൾ എപ്പോഴും കൂടി വരും, കുറയലില്ല കേട്ടോ. കൂടുകയാണെങ്കിൽ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. ആ ഇൻസ്ട്രുമെന്റ് കൊണ്ട് അളക്കുമ്പോൾ കുറഞ്ഞ ഡയറക്ഷനിലേക്കാണ് കിട്ടേണ്ടതിനേക്കാൾ പോകുന്നതെങ്കിൽ എപ്പോഴും കുറവ് കിട്ടും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വന്നുകൊണ്ടിരിക്കുന്ന എററുകളെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക് എറർ. A error that occur in particular direction only, either in positive or in negative. ഇതിന് കൃത്യമായ ഒരു റീസൺ ഉണ്ടാവും എന്തുകൊണ്ട് ഈ എറർ സംഭവിച്ചു. അങ്ങനെ കൃത്യമായ കാരണത്തോടു കൂടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം വന്നുകൊണ്ടിരിക്കുന്ന എററിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക് എറർ. ഇത് എന്തുകൊണ്ടൊക്കെ സംഭവം വരുന്നു നോക്കിയാൽ, ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് വിളിക്കും. ഒരു ഉപകരണം കൊണ്ട് അളക്കുമ്പോൾ ചിലപ്പോൾ ഉപകരണത്തിന്റെ ഡിവിഷൻസ് ഒക്കെ രേഖപ്പെടുത്തുമ്പോൾ കൃത്യതയില്ലാതെ രേഖപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട അമീറ്റർ റീഡിംഗ് എടുക്കുന്നു, അതിന് നീളിൽ കറണ്ട് ഒന്നും ഒഴുകിയിട്ടില്ലെങ്കിൽ 0 വന്നിക്കണം. ചിലപ്പോ അമീറ്ററിൽ കറണ്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും 0 വന്നിക്കുന്നതിന് പകരം ഒരു ഡിവിഷൻ കയറി നിൽക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എത്ര കറണ്ട് അളന്നാലും ആ ഒരു ഡിവിഷന്റെ പ്രശ്നം അളവിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉപകരണത്തിന്റെ കാലിബ്രേഷൻ എന്നാണ് വിളിക്കുക. കാലിബ്രേഷനിൽ സംഭവിക്കുന്ന എററുകളെ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രുമെന്റ്. അത് കൂടുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, കൂടിയിട്ടേ വരുള്ളൂ. ഒരു ഡിവിഷൻ കയറിന്നാൽ അത് അതിന്റെ ഉത്തരത്തിൽ എപ്പോഴാ എറർ കാണിച്ചോളൂ. ഇനി 0ന്റെ താഴത്തേക്ക് പോയിന്നാലോ, അപ്പൊ കിട്ടുന്ന ഉത്തരത്തിൽ യഥാർത്ഥത്തിൽ കിട്ടുന്നതിനേക്കാൾ ഒരു ഡിവിഷന്റെ വില കുറവ് എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എററുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ട് സംഭവിക്കും. വേറൊന്ന് എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായി സെറ്റപ്പ് ചെയ്തിരിക്കും. ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ചെയ്യുന്നതിൽ വല്ല പിഴവുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിലും സ്വാഭാവികമായിട്ട് എററുകൾ ഉണ്ടായിരിക്കും. അത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോ ഒരു മാഗ്നറ്റിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാഗ്നറ്റിന്റെ നോർത്ത് പോള് ഭൂമിയുടെ നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. നമ്മൾ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്, മുന്നേ ചെയ്തിരുന്ന എക്സ്പെരിമെന്റ്. നോർത്ത് പോളിന് പകരം കുട്ടിക്കാന്തത്തിന്റെ സൗത്ത് പോളാണ് നോർത്തിലേക്ക് വെക്കുന്നത് എങ്കിൽ ആ കുട്ടി പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിന് പകരം വേറൊരു ഉത്തരമാണ് കിട്ടുക. എറർ സംഭവിച്ചു. എപ്പോൾ റീഡിംഗ് എടുത്താലും ആ എറർ അതുപോലെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ടെമ്പറേച്ചറിൽ കണ്ടീഷനിൽ വ്യത്യാസം വരുമ്പോ ഒരു 25 ഡിഗ്രി ചെയ്യേണ്ട എക്സ്പെരിമെന്റ് പോയിട്ട് നമ്മൾ 35 ഡിഗ്രിയിൽ വെച്ച് ചെയ്യുന്നു. അപ്പൊ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് ആ എക്സ്പെരിമെന്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഉള്ള എററുകളെ വിളിക്കുന്ന പേരാണ് എക്സ്പെരിമെന്റൽ അറേഞ്ച് ഓർ സെറ്റപ്പ്.
അതുകൊണ്ടുണ്ടാവുന്ന എററുകളും ഏതിൽ തന്നെ വരുള്ളൂ? സിസ്റ്റമാറ്റിക് എറർ ദാറ്റ് occur in particular direction. അടുത്താണ് പേഴ്സണൽ എറർ. പേഴ്സണൽ എറർ ഒരു പ്രത്യേക എററാണ്, പാരലാക്സ് എറർ. നമ്മളൊരു ഓബ്ജക്റ്റിനെ നോക്കുമ്പോൾ ആ നോട്ടത്തിൽ ഒരു കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് ഓബ്ജക്റ്റ് നോക്കുക, അപ്പോഴുണ്ടാകുന്ന പൊസിഷനിൽ സ്വല്പം വ്യത്യാസം ഉണ്ടായിരിക്കും രണ്ടാമത്തെ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട്. നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കണ്ണിന് നേരെ ലെവലിൽ നിർത്തിക്കൊണ്ട് മാത്രമേ റീഡിങ് എടുക്കാൻ പാടുള്ളൂ. നമ്മളൊന്ന് ചെരിഞ്ഞു നിന്നാൽ റീഡിങ്ങിന്റെ പൊസിഷൻ മാറി. അങ്ങനെ സംഭവിക്കുന്ന എററുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പേഴ്സണൽ എറർ. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഒരാൾക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, കോങ്കണ്ണുള്ള ഒരാൾ. അയാൾക്ക് ഒരു ഡിവിഷൻ, ഒരു റീഡിങ് എടുക്കുന്നതിൽ ഒരു ഡിവിഷൻ എപ്പോഴും മുകളിലോട്ടാണ് കാണുന്നതെങ്കിൽ അയാൾ എത്ര തവണ റീഡിങ് എടുത്താലും ആ ഡിവിഷൻ മുകളിലോട്ട് കൂടി വരുന്നതായിട്ട് തന്നെ കിട്ടും. സ്വാഭാവികമായി കിട്ടേണ്ടതിനേക്കാൾ ഒരു ഡിവിഷൻ കൂടുതൽ അയാൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് അയാളുടെ പ്രശ്നം കൊണ്ടുണ്ടായ എററാണ്. സോ ഇറ്റ് ഈസ് എ പേഴ്സണൽ എറർ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഷിഫ്റ്റ് ചെയ്യും. വേറെ ഒന്നാണ് ലീസ്റ്റ് കൗണ്ട് എറർ. എന്താ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു ഉപകരണം കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ അളവിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പോ സ്കെയിലിനെ സംബന്ധിച്ച് ലീസ്റ്റ് കൗണ്ട് 0.1 സെന്റിമീറ്റർ ആണ്. ഈ 0.1 സെന്റിമീറ്ററിന്റെ ഇടയ്ക്ക് വേറെ വില വന്നാൽ 0.05 സെന്റിമീറ്റർ. ആ 0.05 സെന്റിമീറ്റർ എന്നതിനെ അളക്കാൻ നമ്മൾ സ്കെയിൽ കൊണ്ട് പറ്റില്ല. കാരണം ഇതിന്റെ ഇടയ്ക്ക് വേറെ ഡിവിഷൻ ഇല്ല എന്നത്. അതുകൊണ്ട് നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ പറയുന്ന എറർ ലീസ്റ്റ് കൗണ്ട് എറർ എന്നുള്ളതാണ്. അതും ഒരു സിസ്റ്റമാറ്റിക് എറർ. ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും എന്ത് എറർ ഉണ്ടാവുന്നത്? സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവും. ദാറ്റ് occur in particular direction on. ഒന്നുകിൽ കൂടി വരും അല്ലെങ്കിൽ കുറഞ്ഞു വരും. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എററിന്റെ പേരാണ് റാൻഡം എറർ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റാൻഡം എറർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഡയറക്ഷനിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എററാണ്. ചിലപ്പോൾ ശരിക്കുള്ള വിലയേക്കാൾ കൂടിയിട്ട് വരാം, ചിലപ്പോൾ കുറഞ്ഞിട്ട് വരാം. രണ്ട് സൈഡിലേക്കും ഷിഫ്റ്റിംഗ് വരാവുന്ന മെഷർമെന്റുകളുള്ള എററുകളെ വിളിക്കുന്ന പേരാണ് റാൻഡം എറർ. സാധാരണയായിട്ട് മെഷർ ചെയ്യുന്ന ആളുടെ കെയർലെസ്നെസ് കൊണ്ട് സംഭവിക്കുന്ന എറർ കൂടിയാണ് റാൻഡം. അപ്പൊ നമുക്ക് ഒരു അളക്കൽ തന്നാൽ ആ അളവിൽ ട്രൂ വാല്യൂ, ശരിയായ വില എന്താണ് എന്ന് ചിലപ്പോ മുൻകൂട്ടി തന്നില്ല എന്ന് വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ബോർഡിന്റെ നീളം ഇത് ഞാനൊരു 90 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിലോ? അപ്പോൾ കുട്ടി വന്ന് മീറ്റർ സ്കെയിൽ എടുത്ത് ഈ ബോർഡിന്റെ നീളം അളക്കും. അവന് അളന്നപ്പോൾ കിട്ടിയ വില, ഞാൻ ആദ്യത്തെ വിലക്ക് A1 എന്ന് വെറുതെ ഒരു പേര് കൊടുക്കണേ, അവന്റെ ആദ്യത്തെ അളവ് A1 ആണെങ്കിൽ ആ A1 89 സെന്റിമീറ്റർ. സാധാരണ ഒരു അളവ് നമ്മൾ നടത്തുമ്പോൾ 2-3 തവണ ഒന്ന് ചെയ്തു. ഒരു തവണ കൂടി ഞാൻ അളന്നു നോക്കി. അപ്പൊ ഞാൻ A2 എന്ന് എഴുതാം. അപ്പൊ എനിക്ക് 91 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് വിലയും തമ്മിലൊരു വ്യത്യാസം വരുന്നു. ഒന്നുകൂടെ ശരിയാ, ഞാൻ ഒരു തവണയും കൂടി അളന്നു A3, അത് 90 സെന്റിമീറ്റർ. അപ്പൊ എനിക്ക് ഇപ്പോൾ ഈ 3 അളവുകൾ വരുമ്പോൾ ഒരു ധാരണ വരുന്നുണ്ട്, ഏകദേശം ഈ വിലയോട് അടുത്ത് കിടക്കുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട വില. പക്ഷെ 3 വിലകളും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട വില ഏകദേശം എത്ര എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഈ 3 വിലകളും കൂടി കൂട്ടിയിട്ട് A1 കൂട്ടണം, A2 കൂട്ടണം, A3 ഡിവൈഡഡ് ബൈ വിളിക്കുക ആവറേജ് കാണുക അല്ലെങ്കിൽ മീൻ കാണുക. ഈ 3 വിലകളും കൂടി കൂട്ടിയാൽ എനിക്ക് കിട്ടുന്ന ആവറേജ് വാല്യൂനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എ മീൻ, ആവറേജ് വാല്യൂ ഓഫ് മെഷർമെന്റ്സ്. ഈ വില നിങ്ങൾക്ക് കിട്ടേണ്ട ശരിയായ വിലയോട് പരമാവധി അടുത്ത് കിടക്കുന്നുണ്ടോ? നമുക്ക് ട്രൂ വാല്യൂ തന്നിട്ടില്ല കേട്ടോ. ആദ്യം തന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. തന്നിട്ടില്ലെങ്കിൽ ശരിയായ വില എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ആ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു 3-4 തവണ അങ്ങോട്ട് അളന്നു. ഞാനിപ്പോ 3 തവണ അളന്നിട്ടുള്ളൂ. അപ്പൊ എനിക്കൊരു ധാരണ കിട്ടി, ഇതിനോട് അടുത്ത വിലയാണ് കിട്ടേണ്ട വില.
അപ്പൊ അത് എത്രയാണെന്ന് ഏകദേശം പറയാൻ വേണ്ടി 3 കൂടി കൂട്ടി 3 കൊണ്ടായിരിക്കും. അതിന് വിളിച്ച പേര് മീൻ വാല്യൂ, ആവറേജ്. ഈ വില നിങ്ങൾക്ക് ശരിക്കും കിട്ടേണ്ട വിലയോട് വളരെ അടുത്തായതുകൊണ്ട് നമ്മൾ ഈ വില എന്ത് വിളിക്കും? ട്രൂ വാല്യൂ. അപ്പൊ ഒരു മെഷർമെന്റിൽ തുടക്കത്തിലെ ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ട്രൂ വാല്യൂ കണ്ടെത്തുന്നത്. 2-3 തവണ അളക്കുക, അവിടെ ആവറേജ് കാണുക. ആവറേജ് കണ്ടാൽ നമുക്ക് കിട്ടുന്ന വിലയുടെ പേരെന്താണ്? ട്രൂ വാല്യൂ. ഓക്കെ ആയല്ലോ. ഇപ്പൊ റാൻഡം എറർ നമ്മളുടെ അളവിൽ എപ്പോഴും ഉണ്ടാവും. നമ്മളുടെ കെയർലെസ്നെസ് കൊണ്ട് സംഭവിക്കുന്ന ഒരു എറർ കൂടിയാണ് എന്താ? റാൻഡം എറർ. അപ്പൊ എങ്ങനെയാണ് റാൻഡം എറർ വന്നു കഴിഞ്ഞാൽ ആ വില, ആ തെറ്റ് നമ്മൾ മിനിമൈസ് ചെയ്യുക? അപ്പൊ നമ്മൾ ആ അളവ് കുറച്ച് തവണ ചെയ്യണം. നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയുമ്പോൾ 5 തവണയെങ്കിലും ചെയ്തിരിക്കണം എന്നാണ് പറയാം. ഞാൻ ഇവിടെ 3 തവണയെ കാണിച്ചിട്ടുള്ള ഒരളവ്. 3 തവണയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വില കണ്ടെത്തുക. 3 വിലയും കൂടി കൂട്ടി 3 കൊണ്ട് ഹരിച്ചിട്ടാണ്. അതിനെ വിളിക്കുന്ന പേര് ആവറേജ് കാണുക, മീൻ കാണുക എന്നാണ്. അപ്പൊ എ എന്ന് പറയുന്ന വിലകളുടെ മീൻ ആയതുകൊണ്ട് എന്ത് എഴുതി വെച്ചു? മീൻ ഇസ് ഈക്വൽ ടു A1 + A2 + A3 അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വിലയെ, അങ്ങനെ ആവറേജ് കണ്ടാൽ കിട്ടുന്ന വിലയെ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ. റാൻഡം എറർ, an error that occur randomly due to the carelessness of the measuring person is called random error. In such cases, we take number of readings and find the average. Then average value, mean value, is known as true value. Here I take 5 readings. ഇവിടെ ഞാൻ 5 റീഡിങ്ങുകൾ കാണിച്ചിട്ടുണ്ട്. A1, A2, A3, A4, A5. അപ്പൊ അതിന്റെ ആവറേജ് എത്രയാ? 5 കൂടി കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിച്ചാൽ ഒരു വില കിട്ടും. ആ വിലയുടെ പേരാണ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ. ആ ട്രൂ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ അളവുകളും ശരിക്ക് കിട്ടേണ്ട വിലയിൽ നിന്ന്, ട്രൂ വാല്യൂയിൽ നിന്ന് എത്ര കണ്ട് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര കണ്ട് കുറഞ്ഞിട്ടുണ്ട്, 2 സൈഡിലേക്കും വരാം. ആ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞിട്ടുള്ള അളവ് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ ആ എററിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് എറർ. ഒന്നുകൂടെ പറയുന്നു, 2 വിലകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഏതൊക്കെയാണ് 2 വില? ഒന്ന് ശരിക്ക് കിട്ടേണ്ട വില, അതിന്റെ പേരെന്താ? ട്രൂ വാല്യൂ. ട്രൂ വാല്യൂയിൽ നിന്നും നിങ്ങൾ അളന്ന വിലകൾക്കുള്ള വ്യത്യാസം എത്ര എന്നതിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് എറർ. ചുരുക്കി പറഞ്ഞാൽ ആ തെറ്റ് മാത്രം എത്ര എന്ന് എടുത്തു പറഞ്ഞാൽ അതിന്റെ പേരാണ് ആബ്സല്യൂട്ട് എറർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ അളവിൽ A1 അത് സംഭവിച്ച തെറ്റ് എത്രയാണ്? ആ ഒന്നാമത്തെ അളവിൽ സംഭവിച്ച തെറ്റിനെ രേഖപ്പെടുത്ത ഡെൽറ്റ A1 എന്നാണ്. സോ ഡെൽറ്റ A1 is equal to, എങ്ങനെ എറർ മാത്രമായിട്ട് കണ്ടെത്തുക? ശരിക്ക് കിട്ടേണ്ട വില മീൻ മൈനസ് ഒന്നാമത്തെ അളവ്. നേരെ തിരിച്ചുവിടാട്ടോ. ശരിക്ക് കിട്ടേണ്ട വിലയിൽ നിന്ന് ഒന്നാമത്തെ അളവ് കുറച്ചാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എറർ മാത്രം കിട്ടും. ആ എറർ മാത്രം എടുത്ത് പറയുന്നത് വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് എറർ. ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ചിലപ്പോ പ്ലസ് സൈന് വരാം, ചിലപ്പോ മൈനസ് സൈന് വരാം. പക്ഷെ നമുക്ക് ആ വ്യത്യാസം മാത്രം അറിഞ്ഞാൽ മതി, കൂടുതലാണോ കുറവാണോ എന്നുള്ള വേണ്ട. അതുകൊണ്ട് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ആ ചിഹ്നം അങ്ങോട്ട് ഒഴിവാക്കി പോസിറ്റീവ് മാത്രമായിട്ട് നമ്മളത് എടുക്കാം. അങ്ങനെ 2 വരയ്ക്കുള്ളിലാണ് അത് രേഖപ്പെടുന്നത്. അതിനെ വിളിക്കുക മോഡുലസ് എന്നാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ കേവല വില മാത്രം എടുത്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ എററിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ A1 is equal to A mean minus A1 ആണ്. അത് പ്ലസോ മൈനസോ എന്തോ ആയിക്കോട്ടെ, മൈനസ് വന്നാൽ എന്താക്കി എഴുതണം? പ്ലസ് ആക്കി എഴുതണം. കാരണം ചിഹ്നത്തിന് അവിടെ പ്ലസ് ആക്കി. അപ്പൊ രണ്ടാമത്തെ അളവിൽ എന്തായിരിക്കും? ഡെൽറ്റ A2 is equal to A mean minus A2 ആയല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് ഡെൽറ്റ A3 പറയാലോ. എന്തായിരിക്കും? A mean minus A3. അപ്പൊ A1 മൈനസ് A mean എന്ന് പറഞ്ഞാലും A mean മൈനസ് A1 എന്ന് പറഞ്ഞാലും ഒരേ വാല്യൂ ആണ് വരിക. കാരണം മോഡുലസ് മാത്രമേ എടുക്കുള്ളൂ.
അതേപോലെ A4 പറയാം, A5 A4 ഡിഫറൻസ് ഡെൽറ്റ A4, A5 ഡിഫറൻസ് ഡെൽറ്റ A5. അതുകൊണ്ട് 5 ആബ്സല്യൂട്ട് എററുകൾ ഉണ്ടായിരിക്കും, 5 മെഷർമെന്റുകൾ ഉണ്ടായിരിക്കും. So the mean absolute error delta A mean is equal to delta A1 plus delta A2 plus delta A3 plus delta A4 plus delta A5 divided by 5. ശ്രദ്ധിക്കുക, ഇതൊക്കെ മോഡുലസ് മാത്രമാണ്. കാരണം നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവായിട്ട് എടുക്കണം. നിങ്ങൾക്കൊരു കോംപ്ലിക്കേഷൻ വരണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മോഡുലസ് ഇടാതെ ആദ്യം പറഞ്ഞു പോയത്. ഇപ്പൊ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവിനെ പരിഗണിക്കേണ്ട, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ദിസ് ഈസ് കോൾഡ് മീൻ ആബ്സല്യൂട്ട് എറർ. ഇപ്പൊ റാൻഡം എററായി, എ മീൻ കിട്ടി, മീൻ ആബ്സല്യൂട്ട് എററായി. മൂന്നാമത്തെ കാറ്റഗറി ഇതിൽ വരുന്ന വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ. ഈ റിലേറ്റീവ് എററിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുക്കാറുണ്ട്. ഇതും ഒരു ഡെൽറ്റയാണ്. ഇതൊരു ഡെൽറ്റയാണെങ്കിൽ ഇത് വേറെ ഡെൽറ്റയാണ്. 8 എന്ന് എഴുതേണ്ട ഒരു കഷ്ണം ഇല്ല, അതാണ് ഡെൽറ്റ എന്ന് വായിക്കും. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ എറർ എന്നാണ്. ഒരു വിലയെ വേറൊരു വിലയുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. ഒരു എററിനെ വേറെ എററുമായി താരതമ്യം ചെയ്ത് പറഞ്ഞാൽ ആ എററിന്റെ പേരാണ് റിലേറ്റീവ്. ഇവിടെ ഈ 2 എററുകളെയാണ് താരതമ്യം ചെയ്യുന്നത്. സോ റിലേറ്റീവ് എറർ ഡെൽറ്റ is equal to ഡെൽറ്റ A mean divided by A mean. The ratio of mean absolute error to the true value of the measurements is known as relative error. അവസാനത്തെ എററിനെ വിളിക്കുന്ന പേരാണ് പെർസെന്റേജ് എറർ. നൂറിൽ എത്രയുണ്ട് എറർ എന്ന് കാണിക്കാം. നമ്മുടെ മാർക്കൊക്കെ പറയുമ്പോൾ പെർസെന്റേജ് ചോദിക്കാറുണ്ട് അല്ലെ, 100ൽ എത്ര മാർക്ക്. അങ്ങനെ നമ്മളുടെ എറർ 100ൽ എത്രയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർസെന്റേജ് എറർ. പെർസെന്റേജ് എറർ ഈ കിട്ടിയ എററിനെ 100 കൊണ്ട് ഗുണിച്ചാൽ അത് പെർസെന്റേജ് എറർ ആയിട്ട് മാറും. സോ ഐ ക്യാൻ റൈറ്റ് പെർസെന്റേജ് എറർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ A mean by A mean into 100. Okay അല്ല, these are the important types of error. ഈ പറഞ്ഞിരിക്കുന്ന എററുകൾ വെച്ച് ഒരു കാൽക്കുലേഷൻ, ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കുറേയും കൂടി ക്ലിയർ ആവും. ഇപ്പം ഞാൻ പറഞ്ഞത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും സ്വാഭാവികമായി. അപ്പം അത് ഒഴിവാക്കാൻ ഞാനൊരു പ്രോബ്ലം ഇവിടെ ചെയ്യാം. അത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തിയറി ഭംഗിയായിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്തതായി എററുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യുന്നു. ഇപ്പൊ ഈ എററുകൾ എന്താണ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കുക പ്രോബ്ലം. ഇൻ സക്സസീവ് മെഷർമെന്റ്സ് ഓഫ് ദി ഡയാമീറ്റർ ഓഫ് എ സിലിണ്ടർ the readings are found to be 1.15 cm, 1.13 cm, 1.16 cm, 1.14 cm and 1.12 cm. ഒരു സിലിണ്ടറിന്റെ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, മെഷർ ചെയ്തപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടിയ വിലകളാണിത്. 5 വിലകളുണ്ട്. ഏകദേശം എന്താണ് അതിന്റെ വില വരിക എന്നുള്ളത് 5 കിട്ടിയ നമുക്ക് മനസ്സിലുണ്ടാവും. ഈ കാണുന്ന മെഷർമെന്റിൽ പെർസെന്റേജ് എറർ കണ്ടെത്തും. എന്താ പെർസെന്റേജ് എറർ കണ്ടെത്താനുള്ള സമവാക്യം? പെർസെന്റേജ് ഇങ്ങനെ എഴുതാട്ടോ, ചുരുക്കിയിട്ട് എറർ ഇസ് ഈക്വൽ ടു, നമുക്ക് സിമ്പിൾ നമ്മൾ പഠിച്ചു വെച്ചത് പ്രകാരം എഴുതുകയാണെങ്കിൽ ഡെൽറ്റ എ മീൻ ബൈ
എ മീൻ ഇൻറ്റു 100. ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം? എ മീൻ കിട്ടണം, ഡെൽറ്റ എ മീൻ കിട്ടണം, ട്രൂ വാല്യൂ കണ്ടെത്തണം, മീൻ ആബ്സല്യൂട്ട് എറർ കണ്ടെത്തണം. അപ്പൊ നമുക്കിതെല്ലാം ചെയ്യാനുണ്ട്, എങ്കിൽ മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. പെർസെൻറ്റേജ് നമുക്ക് ആദ്യത്തെ കാണാം. എ മീൻ ഒന്ന് കണ്ടു നോക്കണം. എന്റെ അർത്ഥം എന്താ? ട്രൂ വാല്യൂ എത്രയാണ്? ട്രൂ വാല്യൂ കണ്ടെത്തണമെങ്കിൽ നമുക്ക് 5 വിലകൾ അറിയണം. ഏതൊക്കെയാണ് 5 വിലകൾ? ഒന്ന് A1 എത്രയാ? 1.15 സെന്റിമീറ്റർ. അടുത്ത A2 1.13 സെന്റിമീറ്റർ. അടുത്ത A3 1.16 സെന്റിമീറ്റർ. അടുത്ത A4 1.14 സെന്റിമീറ്റർ. അവസാനത്തത് A5 1.12 സെന്റിമീറ്റർ. ഇതാണ് 5 തവണ അളന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ വിലകൾ. അപ്പോ ഇതിന്റെ ശരിയായ വില ഈ പറയുന്ന 5 വിലകൾക്ക് ഇടയ്ക്ക് എവിടെയോ വരുന്നു. നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പൊ ശരിയായ വില എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? എ മീൻ എന്താന്ന് കാണണം. എ മീൻ ഇസ് ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 ഡിവൈഡഡ് ബൈ 5. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എത്ര വരുന്നതെന്നുള്ളത്. A1 1.15 plus 1.13 plus 1.16 plus 1.14 plus 1.12 whole divided by 5. എല്ലാം കൂടി കൂട്ടിയതിന് ശേഷം 5 കൊണ്ട് ഹരിച്ച് എത്ര കിട്ടുക? 1.14 സെന്റിമീറ്റർ. ആബ്സല്യൂട്ട് ആണ്. ആദ്യത്തെ ഡെൽറ്റ A1 is equal to A mean minus A1. That is equal to 1.14 minus 1.15. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് വരും? മൈനസ് വരും അല്ലേ? മൈനസ് വന്നാൽ എത്ര വരും? -0. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ എമ്മിന് എടുക്കുമ്പോൾ മൈനസ് വന്നാൽ മൈനസ് എടുക്കണോ? വേണ്ട, മോഡുലസ് മതി. അപ്പൊ ഈ മൈനസ് ഉള്ളത് എന്തായി മാറിണ്ടാവും? പ്ലസ് ആയി മാറിണ്ടാവും. അപ്പൊ ആദ്യത്തെ ആൾ എത്രയാ? 0.01 സെന്റിമീറ്റർ. ഓക്കെ. ഇതേപോലെ അടുത്ത ആൾ ഡെൽറ്റ A2 ഈക്വൽ ടു A mean minus A2 1.14 minus A2 എത്രയാ? 1.13. വലുതിൽ നിന്ന് ചെറുതാണ്, സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ആയിട്ട് വരും. സോ അഗൈൻ ഗെറ്റ് 0.01 സെന്റിമീറ്റർ. പ്ലസ് തന്നെയാണ്, അപ്പൊ പിന്നെ അവിടെ പ്രശ്നമില്ല. മൂന്നാമത്തത് ഡെൽറ്റ A3 സമം A mean minus A3 1.14 minus A3 എത്രയാ? 1.16 ആണ്. ചെറുതിൽ നിന്ന് വലുതാ കുറയ്ക്കണം. സ്വാഭാവികമായിട്ട് ഇവിടെ മൈനസ് വരണം. മൈനസ് എടുക്കണോ? വേണ്ട, മൈനസ് ഒഴിവാക്കിയിട്ട് പറഞ്ഞാൽ മതി. 0. ഒക്കെ 0 ആണ് കേട്ടോ. 0.02 സെന്റിമീറ്റർ. ഡെൽറ്റ A4 equal to A mean minus A4 1.14 minus 1.14 that is 0. യാതൊരു തരത്തിലുള്ള എററും ഇല്ല, കൃത്യമായ വില തന്നെയാണ് അവിടെ തന്നിട്ടുള്ളത്. അഞ്ചാമത്താണ് ഡെൽറ്റ A5 is equal to A mean minus A5 1.14 minus 1.12 that is 0.02 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് 5 ആബ്സല്യൂട്ട് എററുകൾ കിട്ടിയിട്ടുണ്ട്. Then mean absolute error
delta A mean is equal to delta A1 plus delta A2 plus delta A3 plus delta A4 plus delta A5 divided by 5. എല്ലാത്തിനും മോഡുലസ് ഉണ്ട് കേട്ടോ. So you can write it is 0.01 plus 0.01 plus 0.02 plus 0 എന്ന് വന്നാലും എടുക്കണം. 5 മെഷർമെന്റ് ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണത്. പ്ലസ് 0.02 divided by 5. That is equal to delta A mean. ഇത് എത്ര കിട്ടും? 0.012 സെന്റിമീറ്റർ. ഇപ്പൊ നിങ്ങൾക്ക് മീൻ ആബ്സല്യൂട്ട് എററും കിട്ടിയിട്ടുണ്ട്. നേരത്തെ ട്രൂ വാല്യൂ കിട്ടി, ഇപ്പൊ മീൻ ആബ്സല്യൂട്ട്. ഇത് രണ്ടും കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് പെർസെന്റേജ് എറർ കാണാം. പെർസെന്റേജ് എറർ ഈക്വൽ ടു ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ഇൻറ്റു 100. That is equal to 0.12 centimeter divided by 1.14 centimeter. സെന്റിമീറ്റർ ക്യാൻസൽ ചെയ്തു, ഇനി അതിന്റെ ആവശ്യം വരില്ല. അപ്പൊ നമുക്കത് ഒഴിവാക്കാം. ഇൻറ്റു 100 1.05%. This is the required value. ഓക്കെ അല്ലോ. ഇങ്ങനെയാണ് എററുമായി ബന്ധപ്പെട്ട പ്രോബ്ലം വരിക. ശ്രദ്ധിക്കാം. ഓക്കെ.